എന്താണ് ബിസിനസ്സൊക്കെ. നിങ്ങൾ പോണതെല്ലാം ബിസിനസ്സിലേക്കാണ്. ഹോസ്പിറ്റലാണെങ്കിലും ഓഫീസാണെങ്കിലും എല്ലാം ബിസിനസ്സാണ്. ആ ബിസിനസ്സിന് 5 പാർട്ടുകളുണ്ടാവും. 5 പാർട്ടുകളുണ്ടാവും. എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും 5 പാർട്ടുകളുണ്ടാവും. അതിൽ ഒന്നാമത്തെ സാധനത്തിൻ്റെ പേരാണ് മാർക്കറ്റിംഗ്. എന്താണ് മാർക്കറ്റിംഗ്. രണ്ടാമത്തെ സാധനത്തിൻ്റെ പേരാണ് സെയിൽസ്. മൂന്നാമത്തെ സാധനമാണ് ഓപ്പറേഷൻ. നാലാമത്തെ സാധനമാണ് അക്കൗണ്ട്സ്. അഞ്ചാമത്തെ സാധനമാണ് HR. ഈ 5 സാധനം കൂടിയതല്ലാതെ 5 സാധനം കൂടിയതാണ് ഒരു ബിസിനസ്. ഒരു പെട്ടിക്കടയാണെങ്കിൽ പോലും അവിടെ ഒരാളെ ഉണ്ടാവുള്ളൂ, പക്ഷെ ഈ 5 ഡിപ്പാർട്ട്മെന്റ് അവിടെ ഉണ്ടായിരിക്കും. എന്താണ് മാർക്കറ്റിംഗ്? എൻ്റെ സ്ഥാപനത്തിനെ കുറിച്ചിട്ടുള്ള പബ്ലിസിറ്റി, അതാണ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. സെയിൽസ് എന്താണ്? അവിടുന്ന് സാധനങ്ങൾ വിൽക്കുന്നു, അവിടെയുള്ള സാധനങ്ങൾ വിൽക്കുന്നു. ഓപ്പറേഷൻ എന്താണ്? വിറ്റതിന് ശേഷം അല്ലെങ്കിൽ ആ കസ്റ്റമർക്ക് ആവശ്യമായിട്ടുള്ള സർവീസ് സപ്പോർട്ടുകൾ കൊടുക്കുന്നു. ദാറ്റ് ഇസ് ഓപ്പറേഷൻ. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാം അതിൻ്റെ റോ മെറ്റീരിയൽ, ഈ സാധനങ്ങളൊക്കെ വരുന്നതൊക്കെ ദാറ്റ് ഇസ് ഓപ്പറേഷൻ. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ മാർക്കറ്റിംഗ്, സെയിൽസ്, അഡ്മിഷൻ, ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസ്സുകൾ, ഈ ജാതി പ്രോഗ്രാമുകൾ. അക്കൗണ്ട്സ് അതിൻ്റെ ക്യാഷ് കൈകാര്യം ചെയ്യുന്ന ഒരു രംഗം. അടുത്ത സിമ്പിളായിട്ട് പറയുന്നത് അടുത്തത് എന്താ വെച്ചാൽ HR. അവിടേക്ക് ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്ന ഒരു സാധനം. ഇത് ഒരാളുള്ള ഒരു കടയാണെങ്കിലും ഈ സംഭവം നടക്കും. കാരണം എന്താ, എല്ലാം കൂടെ ഒരാളെ ഇങ്ങനെ കൈകാര്യം ചെയ്യണ്ടാവുക. പക്ഷേ എന്താണ്, ഇനിയിപ്പോൾ ഒരാളുള്ള ഒരു കടയിലെ ഒരാൾ, അവന് ഭക്ഷണം കഴിക്കാൻ പോകണമെങ്കിൽ ഒരാൾ അറേഞ്ച് ചെയ്യണില്ല അവിടെ തൽക്കാലം, അതും HR ആണ്. ഇനി നിങ്ങൾക്ക് എന്താ തെറ്റൊരു ഗുണം? നിങ്ങൾ പോകുന്ന സ്ഥാപനത്തിലും ഈ 5 ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടാവുക. ഈ 5 സാധനങ്ങളുണ്ടാവും. ഇതിനെ പിന്നെ ഈ ഓപ്പറേഷനെ പിന്നെയും പീസ് ആക്കിയിട്ടുണ്ടാവും ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ. പക്ഷെ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരൊറ്റ സാധനം ഉണ്ടാവും, ഓപ്പറേഷൻ വിഭാഗം. ഇത് നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്തും ഇതാണ് ഉണ്ടാവുക. ഒരു ബേസിക് നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, അതിന് പറഞ്ഞിട്ടാണ്. ഇനി ഇതിൽ നിങ്ങൾ ചെല്ലേണ്ട പൊസിഷൻ എന്താണ്? ഏത് ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുകയാണെങ്കിലും നിങ്ങൾ ഒരു സെയിൽസ്മാൻ ആണ്, അല്ലെങ്കിൽ ഒരു സെയിൽസ് ഗേളാണ്. നിങ്ങൾ വിൽക്കാൻ നിൽക്കുന്നവരാണ്. അപ്പൊ നിങ്ങളിൽ ഉണ്ടാവേണ്ട സാധനം എന്താണ്? ആദ്യം നിങ്ങൾ വിൽക്കാൻ പഠിക്കേണ്ടത് നിങ്ങളെയാണ്. നിങ്ങളെ ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ നിങ്ങളെ കമ്പനിനെയും നിങ്ങളുടെ പ്രൊഡക്റ്റിനെയും കസ്റ്റമർ ഇഷ്ടപ്പെടുകയുള്ളൂ.